പരമ്പരാഗത കൃഷിരീതികൾക്ക് പകരം ബൊഗെയിൻവില്ല കൃഷിയിലൂടെ വൻ വിജയം നേടി എറണാകുളം കോതമംഗലം സ്വദേശികളായ ദമ്പതികൾ 25 വർഷത്തോളമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ജോബിയും ഭാര്യ സിനിയും. 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികളും ഒരു നഴ്സറിയും നടത്തുന്ന ജോബിയും ഭാര്യ സിനിയും ഇപ്പോൾ ബോഗെയിൻവില്ല കൃഷിയിലാണ് ശ്രദ്ധ നൽകുന്നത്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം നേടാൻ ഈ കടലാസ് ചെടികൾ കൃഷി ചെയ്യുന്നതിലൂടെ കഴിയുമെന്ന് ഇരുവരും പറയുന്നു. കാർഷിക വിളകളുടെ വിലയിടിവ് മൂലമാണ് ബോഗെയിൻവില്ല കൃഷി പരീക്ഷിച്ചതെന്നും ബോഗെയിൻവില്ലയുടെ സീസണായ സെപ്റ്റംബർ മുതൽ മെയ് വരെ ആവശ്യക്കാർ ഏറെയാണെന്നും കൃഷിയുടമ ജോബി ജോർജ് പറഞ്ഞു. നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആദ്യം ചെയ്തു തുടങ്ങിയത്. സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തു തുടങ്ങി. പിന്നെ ഒത്തിരി പേര് അങ്ങനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുപോലെ ഒരു സെപ്റ്റംബർ തൊട്ട് ജൂൺ മാസം വരെയുള്ള മെയ് മാസം വരെയുള്ള സമയത്ത് ബോഗെയിൻവില്ലയുടെ ഒരു നല്ല സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ ബോഗെയിൻവില്ലയിലേക്കും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ ഒത്തിരി ആളുകൾ അത് കാണാനും ഒക്കെ ആയിട്ട് അന്വേഷണമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 50ഓളം വെറൈറ്റികളുടെ ശേഖരം നമുക്കിപ്പോൾ ഉണ്ട്. അത് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. എൻ്റെ വൈഫ് സിനിയും മക്കളും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾ പരസ്പരം സഹായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയർ ഓപ്പൽ, ബ്രേസ റെഡ് തുടങ്ങിയവ ഉൾപ്പെടെ 50ഓളം ഇനങ്ങളുടെ ആയിരക്കണക്കിന് ബോഗെയിൻവില്ല ചെടികളാണ് ഇവിടെയുള്ളത്. ജോബിയുടെ വീടും പരിസരവും കടലാസ് പൂക്കൾ വസന്തം തീർത്തതോടെ ഇവിടേക്ക് പുഷ്പപ്രേമികളുടെ ഒഴുക്കാണ്. ന്യൂസ് മലയാളം, കൊച്ചി.